നന്ദു, നന്ദുവിന് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാൻ MLA ആയതില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നന്ദു പറ. എന്നെ നന്ദുവിന്റെ അടുത്ത് കിട്ടുന്നില്ല, പൊതുപ്രവർത്തനമൊന്നും വേണ്ട എന്നൊക്കെയാ നന്ദുവിന് തോന്നുന്നെങ്കിൽ എന്ത് വേണമെന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. അങ്ങനൊന്നുമില്ല. പൊതുപ്രവർത്തനം നിർത്തണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇല്ല, നന്ദുവിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാനിപ്പോ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നോടുള്ള ദേഷ്യ നന്ദു ഈ രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ദേവി, അങ്ങനൊന്നും അല്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താ നന്ദു ഈ കാണിക്കുന്നതിന്റെ അർത്ഥം? അതൊന്ന് പറ. നീ കരുതുന്ന പോലൊന്നുമല്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു ഡിപ്രഷൻ, അത്രേ ഉള്ളൂ. ഒരു കാരണമില്ലാതെ അങ്ങനെ ഡിപ്രഷൻ ഒന്നും വരില്ല നന്ദുദേ. ഞാൻ കൂടെ ഉണ്ടാവും. എന്തായാലും ഒന്ന് പറ. ഇല്ല ദേവി, നീ വിഷമിക്കണ്ട. ഒന്നുമില്ല. നന്ദുവിനറിയാലോ, നമ്മള് കുറെ സ്വപ്നം കണ്ടു. കുഞ്ഞുങ്ങളുടെ പേര് വരെ കണ്ടുവച്ചു. എത്ര സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. എന്താ നന്ദുന്റെ മനസ്സില്? പറ, ഞാൻ പരിഹാരം കണ്ടുപിടിച്ചു തരാം. എനിക്ക് ഉറക്കം വരുന്നു. ശരി, നന്ദു ഉറങ്ങിക്കോ. പക്ഷെ ഉറങ്ങി എഴുന്നേക്കുമ്പോ പഴയ നന്ദു ആവണം. ചിരിച്ചല്ലോ, അത് മതി. സമാധാനായിട്ട് ഉറങ്ങിക്കോ. അമ്മേ, നന്ദന്റെ പ്രകൃതി ഇപ്പൊ അടുത്ത് നിന്ന് കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തു മനസ്സിലായി? അവന്റെ മനസ്സിങ്ങനെ പിടിവിട്ടു പോവാൻ കാരണം അവളാ. ആര്? ദേവികയോ? ആ, നന്ദൻ പറഞ്ഞോ ദേവിക കാരണോ അവന് ഈ അസുഖം വന്നതെന്ന്? അസുഖക്കാര് അതൊക്കെ മയക്ക് കെട്ടി വിളിച്ചു പറയോ? നമ്മളങ്ങ് ഊഹിക്കണം. അവള് വലിയ MLA ആയതോടെ ഒരു ഭാര്യയെന്ന് കിട്ടുന്നതെന്ന് അവന് കിട്ടുന്നില്ലായിരിക്കും. അടുത്തു നിന്ന് കുറച്ചു നേരം വർത്താനം പറയാൻ പോലും അവൾക്ക് സമയമില്ലല്ലോ. നീ കണ്ടോ വർത്താനം പറയാൻ അവളെ കിട്ടുന്നില്ലെന്ന്? അവര് നല്ല സന്തോഷത്തിലാ കഴിയുന്നത്, എപ്പോഴും ഒരുമിച്ചാ. ശരീരങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അമ്മേ. മനസ്സുകൾ അകന്ന ഒക്കെ തീർന്നില്ലേ? രജനി, നിനക്ക് ദേവികയോട് ദേഷ്യമാണെന്ന് കരുതി ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി അവളുടെ തലയിൽ വെച്ച് കെട്ടാതായി. അവള് കൂടെ ഉള്ളത് കാരണോ നന്ദൻ സന്തോഷമായി കഴിയുന്ന തന്നെ. ദേവിക അവന്റെ ഒരു ശക്തിയാ. എങ്ങനെ? ദേവിക നന്ദന്റെ ശക്തിയാണെന്നോ? ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. അടുത്ത തെരഞ്ഞെടുപ്പിലും അവള് തന്നെ വീണ്ടും ജയിക്കും. ആ രീതിയിലാ അവള് സ്വാധീനിച്ചിരിക്കുന്നത്. അമ്മയ്ക്കറിയാം അവള് നന്ദനോട് സ്നേഹം കാണിക്കുന്നില്ലാന്ന്. എന്നാലും അമ്മ അവളെ പുകഴ്ത്തുവാ. ഓ, അവൾ അപാര ബുദ്ധിമതി തന്നെ. നിർത്ത് രജനി. ഓരോ വിഷമങ്ങളിൽ പെട്ട് നിൽക്കുമ്പോ മനസ്സൊന്ന് തണുപ്പിക്കാനാ നോക്കേണ്ടത്. ശരി, ഞാനൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അവളാ ഇപ്പൊ വലുത്. അല്ല, അത് മനുഷ്യ സഹജം. പണവും പദവിയും ഉള്ളവരെ ബന്ധുക്കളെന്ന് പറയാനും ചേർത്ത് നിർത്താനും വലിയ ഉത്സാഹമായിരിക്കും. അതെ, അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ. അമ്മ എഴുതി വെച്ചോ. നാളെ ഒരു സമയത്ത് അമ്മ ഇതേ നാവ് കൊണ്ട് തിരുത്തി പറയും, മോളെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, നീ പറഞ്ഞതാ ശരിയെന്ന്. ശരി, സമ്മതിച്ചു. ദേ, മുരളി വന്നിട്ടുണ്ടല്ലോ. മുരളി നന്ദനോട് സംസാരിക്കുക. മുരളിയോട് അമ്മ സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്ക്, നന്ദന്റെ അസുഖത്തിന്റെ കാരണം എന്താന്ന്. ഞാൻ പറഞ്ഞു തന്നെ മുരളിയും പറയും. പ്ലീസ് മോളെ,
എനിക്കൊന്നും കേക്കണ്ട. ദേവി ഇത് നീ ഒന്ന് നിർത്ത്. ഞാനൊന്നും പറയുന്നില്ല. എത്ര പറഞ്ഞാലും അമ്മ ഉൾക്കൊള്ളത്തുമില്ല. ഉറങ്ങുന്നവരെ ഉണർത്താം. ഉറക്കം നടിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും? രജനി